നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ മന്തിയാണ്. അതിന് വേണ്ടി ആദ്യം ഒരു അറബിക് മസാല ഉണ്ടാക്കണം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പെരുംജീരകം, കരയാമ്പൂ, ഏലക്ക, കറുകപ്പട്ട, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 കഷ്ണം ചുക്കും, 1 ഉണക്ക നാരങ്ങയും 2-3 കറുകയില കൂടി വറുത്ത് പൊടിച്ചെടുക്കണം. ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും, കുറച്ച് ഉപ്പും, 1 നാരങ്ങയുടെ നീരും, കുറച്ച് ഓയിലും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കണം. $700 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല വരട്ടി 1-2 മണിക്കൂർ വയ്ക്കണം. നീളത്തിലുള്ള കുറച്ച് ബ്രൗൺ കളറായിട്ടുള്ള ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിൽ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വെള്ളമൊഴിച്ച് 20 മിനിറ്റ് കുതിർത്താൻ വയ്ക്കണം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കണം. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് വേവിക്കണം. ഒരു ചെറിയ സവാളയും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ഇട്ട് വാടി വരുമ്പോൾ കുറച്ച് ക്യാരറ്റും ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക.
1 ടേബിൾ സ്പൂൺ മസാലയും ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന് വെച്ച കണക്കിലാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിരിക്കുന്നത്. 2-3 മിനിറ്റ് കഴിയുമ്പോൾ അരിയും വെള്ളം ഒപ്പത്തിനൊപ്പാവും. അപ്പോൾ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് 10-12 മിനിറ്റ് ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് വേവിക്കണം. സല്ല ബസുമതി റൈസിന് എടുക്കണമെന്ന് വെച്ചാൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെക്കണം. 15-20 മിനിറ്റ് വേവേണ്ടി വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വേവിച്ച ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കത്തിച്ച ചാർക്കോളിക്ക് കുറച്ച് ഓയിലൊഴിച്ച് അടച്ച് വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് സെർവ് ചെയ്യാം.